കെന്നിനെ ഞാൻ ആദ്യമായിട്ട് ശ്രദ്ധിക്കുന്നത് അസുരൻ എന്ന് പറയുന്ന സിനിമയിലെ ചിദംബരം എന്ന് പറയുന്ന കഥാപാത്രമായിട്ടാണ്. ക്ലൈമാക്സിൽ ധനുഷിൻ്റെ കഥാപാത്രം അദ്ദേഹത്തിനൊരു ഉപദേശം കൊടുക്കുന്നുണ്ട്. നമ്മുടെ പഠിപ്പ് വേറെ ആർക്കും എടുത്തുകൊണ്ട് പോകാൻ പറ്റില്ല, അതുകൊണ്ട് പഠിക്കണം എന്നുള്ളത്. ഈ സിനിമയുടെ അതായത് യൂത്തിൻ്റെ ക്ലൈമാക്സിലേക്ക് വരുമ്പോഴും പഠിക്കേണ്ടതിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് പറഞ്ഞ് അവസാനിപ്പിക്കുന്ന വേറെയും പല വിഷയങ്ങളെയും തൊട്ട് തലോടി പോകുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഫസ്റ്റ് നോട്ടീസ് ചെയ്തൊരു കാര്യം, കെൻ ഭയങ്കരമായിട്ട് ഒരുപാട് ചേഞ്ച് വന്നിട്ടുണ്ട്. പ്രായത്തിൻ്റേതായിട്ടുള്ള ചേഞ്ചസ് വരും, അതുപോലെ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനൊരു ചേഞ്ച് വന്നിട്ടുണ്ട്. എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ നമ്മുടെ തമിഴിലെ ഇങ്ങനെ യങ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ്, ഒരു +2 പഠിക്കുന്ന 10 പഠിക്കുന്ന പിള്ളേരുടെ കഥാപാത്രങ്ങളൊക്കെ വരുമ്പോൾ കുറച്ചും കൂടി മുതിർന്ന ആൾക്കാർ ക്ലീൻ ഷേവ് അടിച്ചിട്ട് അഭിനയിക്കുക എന്ന് പറയുന്ന ഒരു രീതിയിലേക്കാണ് കെൻ അത് ചെയ്യുന്ന കാണുമ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു ഫീൽ അല്ല ഉള്ളത്. അദ്ദേഹം മാത്രമല്ല, കൂട്ടുകാരടക്കം എല്ലാവരും ആ ഒരു പ്രായത്തിൽ തന്നെയുള്ള, ശരിക്കും നമ്മൾ പിള്ളേരെ കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന ആ ഒരു വൈബ് എനിക്ക് കിട്ടി. പിള്ളേർ സെറ്റിൻ്റെ കുറേ ആഘോഷങ്ങളും അതിൻ്റെ മൊത്തത്തിലുള്ളൊരു മൂഡൊക്കെ നിലനിർത്തിക്കൊണ്ട് പോകുന്ന സിനിമയാണ്. കെൻ ആൻഡ് ഗാങ് തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത് പെർഫോം ചെയ്തിട്ടുള്ള സിനിമ എന്നാണ് അവർ യൂട്യൂബിൽ കൊടുത്തിട്ടുള്ളത്. GV പ്രകാശ് കുമാറാണ് ഇതിൻ്റെ മ്യൂസിക് ചെയ്തിട്ടുള്ളത്. വിക്കിയാണ് സിനിമാറ്റോഗ്രാഫി, എഡിറ്റർ നാഷ് ആണ്, ആർട്ട് ഡയറക്ടർ രാമു തങ്കരാജാണ്, കോസ്റ്റ്യൂം ഡിസൈനർ കാവ്യ ശ്രീറാമാണ്, സ്റ്റൺസ് ചെയ്തിട്ടുള്ളത് കലൈ കിങ്സൺ ആണ്, സൗണ്ട് ഡിസൈൻ സിംഗ് സിനിമയാണ് ചെയ്തിട്ടുള്ളത്. ഇത്രയും ആൾക്കാരുടെ പേര് പറയാനുള്ളൊരു കാരണം, ഇത്രയും ആൾക്കാരുടെയും കോൺട്രിബ്യൂഷൻ നമുക്ക് സിനിമയിൽ കാണാനുണ്ട്. 2014 10ാം ക്ലാസ് പരീക്ഷയുടെ റിസൾട്ട് കാത്തിരിക്കുന്ന ഒരു പയ്യൻ അവിടെ നിന്നിട്ടാണ് സിനിമ ആരംഭിക്കുന്നത്. നമുക്കൊരു 7ാം ക്ലാസ് 8ാം ക്ലാസ് ഒക്കെ കഴിയുമ്പോൾ ആൺകുട്ടികളുടെ ശരീരത്തിലുണ്ടാകുന്ന ഹോർമോൺസിൻ്റെ ഒരു ചേഞ്ച് ഉണ്ടല്ലോ, അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് പ്രണയം ഉണ്ടായി തുടങ്ങും, ഓപ്പോസിറ്റ് സെക്സിനോട് ഒരു അട്രാക്ഷൻ തോന്നി തുടങ്ങും, എനിക്കും ഒരു കാമുകി വേണം എന്ന് പറയുന്നൊരു താല്പര്യം തോന്നി തുടങ്ങും. വളരെ ചുരുങ്ങിയ വാക്കുകളിൽ സിമ്പിളായിട്ട് പറയാനാണെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇഷ്ടപ്പെടാത്ത അല്ലെങ്കിൽ എതിരഭിപ്രായങ്ങളുള്ള കുറേ കാര്യങ്ങൾ ഈ സിനിമയിലുണ്ടായിരുന്നു. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് പാട്ടെന്ന് പറയുന്നത് സുരാജ് വെഞ്ഞാറമ്മോടും ദേവദർശിനിയും കൂടി ചെയ്തിട്ടുള്ള ആ ഒരു കപ്പിളിൻ്റെ സ്നേഹം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. അതിലേക്ക് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. ഒരു ആവറേജിന് മുകളിൽ നിൽക്കുന്ന കൊള്ളാം, രസമുള്ളൊരു അനുഭവം എന്ന് ഫീൽ ചെയ്യിപ്പിച്ച വളരെ കുറച്ച് മാത്രം നൊസ്റ്റാൾജിക് എലമെൻറ്റ്സിൽ ടച്ച് ചെയ്ത് പോയൊരു സിനിമ എന്നാണ് എനിക്കിതിനെക്കുറിച്ച് പറയാനുള്ളത്. നമുക്ക് നമ്മുടെ പതിവ് പോലെ പോസിറ്റീവ്സിൽ നിന്ന് ആരംഭിക്കാം. ഒരു വലിയ പോസിറ്റീവ് ഘടകം കെൻ ആൻഡ് ഗാങ്ങിൻ്റെ പെർഫോമൻസുകൾ തന്നെയാണ്. നമുക്ക് ശരിക്കും ആ യങ് വൈബ് ഫീൽ ചെയ്യും, പിള്ളേർ സെറ്റിനെ ഫീൽ ചെയ്യും. ആ ഗാങ്ങിൻ്റെ എന്ന് വെച്ചാൽ പല തരത്തിലുള്ള പിള്ളേർ ഒരുമിച്ച് ഒരു കൂട്ടമായിട്ട് വരുമ്പോൾ അവർക്കിടയിലുള്ള കാര്യങ്ങൾ, അവരൊരുമിച്ച് കാണിക്കുന്ന കുരുത്തക്കേടുകൾ, അവരുടെ സർവൈവലിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ, ഇങ്ങനെയുള്ള എല്ലാ എലമെൻറ്റുകളെയും നമുക്ക് രസമായിട്ട് ഫീൽ ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഈ സിനിമയുടെ ഒരു വലിയ പോസിറ്റീവാണ്. പെർഫോമേഴ്സിൽ നമ്മൾ സ്ത്രീ കഥാപാത്രങ്ങളിലേക്ക് വരുമ്പോൾ കേന്ദ്ര കഥാപാത്രങ്ങളിലൊന്ന് അവതരിപ്പിച്ചിട്ടുള്ളത് ദേവദർശിനിയാണ്. അവരൊരു ഗംഭീര അഭിനേത്രിയാണ്. അവരും സുരാജ് വെഞ്ഞാറമ്മൂടും കൂടിയുള്ള ആ ഒരു കോമ്പിനേഷൻ, ഒന്നാമത് ആ ക്യാരക്ടേഴ്സ്, അതായത് ഈ എൻറ്റയർ സിനിമയിലെ ഏറ്റവും ഗംഭീര ക്യാരക്ടേഴ്സായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് അവർ രണ്ടുപേരുമാണ്. അവർക്കിടയിലെ ബന്ധം, അവർ മകനോട് പെരുമാറുന്നതിൽ എനിക്ക് കുറേ വ്യത്യാസങ്ങളൊക്കെ പറയാനുണ്ട്. പക്ഷേ അവർ തമ്മിലുള്ള പ്രണയം, ഒരു അണ്ടർസ്റ്റാൻഡിങ് എലമെൻറ്റ്സ് ഒക്കെ സ്ക്രീനിൽ വരുന്ന സമയത്ത് ഒരു പെർട്ടിക്കുലർ സീനിൽ സുരാജ് വെഞ്ഞാറമ്മൂട് പറയുന്നുണ്ട്, നീയോ നിൻ്റെ അമ്മയോ എന്ന് വന്നു കഴിഞ്ഞാൽ എനിക്ക് നിൻ്റെ അമ്മയാണ് ഫസ്റ്റ് പ്രയോറിറ്റി എന്നുള്ളത്. അങ്ങനെയൊക്കെ നമ്മൾ പൊതുവെ പറഞ്ഞു കേൾക്കുന്നത് വളരെ കുറവാണ്. കുഞ്ഞുങ്ങളുണ്ടായി കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞുങ്ങളാണ് ഫസ്റ്റ് പ്രയോറിറ്റി, ഭാര്യയ്ക്ക് ഭർത്താവും ഭർത്താവിന് ഭാര്യയും സെക്കൻഡറി ആയി മാറുക എന്ന് പറയുന്ന പോലത്തെ കുറേ കാര്യങ്ങളുണ്ടല്ലോ. ഇവിടെ അതിനൊന്ന് മാറ്റി പറയുന്ന ഒരു രീതിയുണ്ട്. കുറേ അവർ തമ്മിലുള്ള ആ കോൺവെർസേഷൻ പരിപാടികളൊക്കെ നല്ലതായിരുന്നു. പക്ഷേ സിനിമയിലെ മറ്റ് സ്ത്രീ കഥാപാത്രങ്ങളിലേക്ക് വരുമ്പോൾ അനിഷ്മയ്ക്ക് കുറച്ചും കൂടി പെർഫോം ചെയ്യാനുണ്ട്. ബാക്കി രണ്ടുപേർക്കും ഈ സുന്ദരിയായി ഇരിക്കുക എന്ന് പറയുന്ന ആ ഒരു ഫാക്ടർ, ഞാൻ സുന്ദരി എന്ന് പറയുമ്പോഴും അതിലൊരു പ്രശ്നം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സിനിമയുടെ അത് നെഗറ്റീവ്സിൽ പറയേണ്ടതാണ്, നമുക്കൊരു ഫ്ലോയിൽ ഇപ്പോഴേ പറഞ്ഞു പോകാം. ഈ കറുപ്പ് പയ്യൻ വെള്ളൈപ്പൊണ്ണ് എന്ന് പറയുന്ന ഒരു ഫാൻറ്റസി ഉണ്ടല്ലോ, അത് തമിഴ് സിനിമേനെ വിട്ടുമാറാതെ തുടർന്നുകൊണ്ടിരിക്കുന്ന, എനിക്കത് ഇപ്പോൾ കാണുമ്പോൾ ഭയങ്കര അസ്വസ്ഥത ഫീൽ ചെയ്യുന്നു. കാരണം നമ്മുടെ നായകൻ എന്ന് പറയുന്നത് ഇപ്പോൾ എന്നെയൊക്കെ പോലെ ഒരു ബ്രൗൺ സ്കിൻ ആയിട്ടുള്ള ആളാണ്, അല്ലെങ്കിൽ നമ്മുടെ സ്കിൻ ടെക്സ്ചറും കാര്യങ്ങളും നോക്കുക. അതേസമയം നായകന് ഇഷ്ടം തോന്നുന്ന പെൺകുട്ടികളും അവനെ ഒരു പെൺകുട്ടി ഇഷ്ടപ്പെടുന്നു എന്നുള്ളതിൽ അവൻ അഭിമാനം കണ്ടെത്തുന്നതുമായിട്ടുള്ള പെൺകുട്ടികളൊക്കെ എടുത്ത് നോക്കുമ്പോൾ അവർ ഒരേ സ്കിൻ ടെക്സ്ചറിൽ വരുന്ന, ഒരേ നിറത്തിൽ വരുന്ന അങ്ങനെയുള്ള കുട്ടികളായിരിക്കണം. എന്നിട്ട് അവരുടെ ശരീരഭാഗങ്ങൾ, ഒരു വെളുത്ത പെൺകുട്ടി അടുത്ത് വന്ന് ഭക്ഷണം വായിൽ വെച്ച് തരുമോ എന്ന് ചോദിച്ച് വാ തുറന്ന് അടുത്തേക്ക് വരുമ്പോഴേക്കും അവളുടെ ചുണ്ടും ക്ലോസപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ എൻറ്റയർ സിനിമയിലും ആ പറയുന്നൊരു ആ ഒരു എലമെൻ്റ് ഉണ്ട്. സിനിമയുടെ ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ അതിൽ ഇല്ല, അപ്പോഴും അതിലൊരു വലിയ വ്യത്യാസമൊന്നും സംഭവിച്ചിട്ടില്ല. ആ നിറത്തിനെ വെച്ചുകൊണ്ടാണ്. നമ്മൾ അല്ലാതെയുള്ള പെൺകുട്ടികളെ നോക്കുകയാണെങ്കിൽ അവർക്ക് വിസിബിലിറ്റി തന്നെ ഇല്ല. ആകെ ഇതിനകത്ത് ഈ പറയുന്ന സോക്കോൾഡ് വെള്ളൈപ്പൊണ്ണ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ കൂടാതെ സിനിമയിൽ കുറച്ചധികം സമയം സ്ക്രീൻ സ്പേസ് കിട്ടുന്ന മറ്റൊരു പെൺകുട്ടിയുണ്ട്. പക്ഷേ അവളെയും കോമഡിക്ക് വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അവൾക്ക് കിട്ടുന്ന കാമുകൻ എന്ന് പറയുന്നത് വെറും തല്ലുപുള്ളിയായിട്ടുള്ള ഒരുത്തനാണ്. ഞാനിങ്ങനെ നായിക ഒരു കൂട്ടത്തിൽ ഇങ്ങനെ നടന്നു വരുമ്പോൾ എപ്പോഴും ഇതുപോലത്തെ സിനിമകളിൽ ഉണ്ടാകുന്ന ഒരു ഷോട്ടാണ്, പിള്ളേരെല്ലാവരും നിൽക്കുന്ന സമയത്ത് അതിൻ്റെ നടുക്ക് കൂടി
നായകനും നായികയും നടന്നു വരുന്നു. അപ്പോൾ നമ്മുടെ നായികമാരിൽ ആര് നടന്നു വരുന്ന ഒരു ഷോട്ട് എടുത്ത് നോക്കിയാലും അതിൻ്റെ അപ്പുറം ഇപ്പുറമൊക്കെ നിൽക്കുന്ന എല്ലാവരും ഡള്ളാണ്. എല്ലാവരും സ്കിന്നിൻ്റെ ഫെയർനെസ് പരിപാടിയുണ്ടല്ലോ, ആ സ്കെയിലിൽ എപ്പോഴും ഡൗൺ ആയിട്ടാണ് നിൽക്കുന്നത്. ഞാൻ പല കുട്ടികളുടെയും മുഖത്തേക്ക് നോക്കി അവർക്കൊന്നും എന്താ ചെയ്യേണ്ടതെന്ന് പോലും പറഞ്ഞു കൊടുക്കാതെ ഇവരിങ്ങനെ പോപ്പ് ചെയ്ത് നിർത്തുക എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ. ഇപ്പോൾ ഒരു വെളുത്ത പെൺകുട്ടി എന്നെ നോക്കി ആ പറയുന്ന ഫാൻറ്റസിയിൽ തന്നെ പിന്നെയും കിടന്ന് കറങ്ങുന്നതായിട്ടാണ് തോന്നിയത്. അതുവരെയുള്ള തമിഴ് സിനിമകളൊക്കെ കണ്ട് വളർന്നിട്ടുള്ള ഒരു പയ്യന് അത്തരം ഫാൻറ്റസീസ് ഉണ്ടാവാം. ഇത്രയും യങ് ആയിട്ടുള്ള ആൾക്കാർ ഒരു സിനിമ ഒരുക്കുന്ന സമയത്തും ആ സ്കിൻ കളറാണ് ഇവിടുത്തെ മെയിൻ സാധനം എന്ന് പറയുന്നതിലൊക്കെ എനിക്ക് ഭയങ്കര വിയോജിപ്പ് തോന്നി. അതേസമയം ഒരു പെർഫോമൻസ് സൈഡിലേക്ക് വരുമ്പോൾ അനിഷ്മ അനിൽകുമാർ അവർക്ക് കുറച്ച് പെർഫോം ചെയ്യാനുണ്ട്. രണ്ടാമത്തെ പോസിറ്റീവ് നമ്മൾ ജി വി പ്രകാശിൻ്റെ സിനിമയെക്കുറിച്ച് പറയുമ്പോൾ അത് മ്യൂസിക് തന്നെയാണ്. ഗംഭീര മ്യൂസിക് വർക്കായിരുന്നു. ആ പാട്ടുകൾ എന്ന് വെച്ചാൽ ചില സ്ഥലത്ത് ഇങ്ങനെ പാട്ട് കൂടി വരുന്നുണ്ടോ, ഇവന് ഒരു പെണ്ണിനോട് ഇഷ്ടം തോന്നുന്നു, ആ പെണ്ണ് പോകുന്നു, അടുത്ത പെണ്ണ് വരുന്നു, അപ്പോൾ അതിലൊക്കെ ഈ പാട്ട് കയറി വരികയാണ്. പക്ഷേ അപ്പോഴും നമുക്ക് ഈ പറയുന്നൊരു ബോറടി ഫാക്ടറിലേക്ക് അത് മാറുന്നില്ല. ആ രീതിയിൽ അതിനെ കൊണ്ടുപോകുന്നത് മ്യൂസിക്കാണ് എന്നെനിക്ക് ഫീൽ ചെയ്തു. ഇട്ട് നിറച്ച് പുകച്ച് അങ്ങനത്തെ ഒരു രീതിയിലല്ല, പക്ഷേ മ്യൂസിക് വാസ് ഗുഡ്. വിഷ്വൽ പരിപാടികളും വളരെ നന്നായിരുന്നു. അതിൽ പറയേണ്ടത് ഈ പാട്ട് രംഗങ്ങളിലൊക്കെയുള്ള കെന്നൻ ഗ്യാങ്ങിൻ്റെ ഡാൻസ് ഉണ്ട്. ഗംഭീരമായിട്ട് ഡാൻസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ തമിഴ് സിനിമയിലെ നായകന്മാരാവുക എന്ന് പറയുന്നതിൽ ഒരു വലിയ ഘടകം എന്ന് പറയുന്നത് ഡാൻസ് ചെയ്യുക എന്നുള്ളതാണ് എന്ന് പല സിനിമാ താരങ്ങളും താരങ്ങളായി മാറുന്നതും പിന്നീട് അവരുടെ ഫാൻസ് അവരെക്കുറിച്ച് പറയുന്നതൊക്കെ കേൾക്കുമ്പോൾ തോന്നിയിട്ടുണ്ട്. ആ ഒരു കാര്യത്തിൽ കെൻ ഹൈ ലെവൽ എന്ന് വെച്ചാൽ ഗംഭീരമായിട്ട് ഡാൻസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ കോളേജും ആൾക്കാരും എല്ലാം അതിൻ്റെ ഒരു വിഷ്വൽ സൈഡിലേക്ക് വരുമ്പോൾ ദാറ്റ് വാസ് ഗുഡ്. മറ്റൊരു പോസിറ്റീവായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് ഈ പറയുന്ന വെള്ളിപ്പെണ്ണ് കറുത്തപയ്യൻ ആ സാധനം എലമെൻ്റൊക്കെ വെച്ചാണ് ഇത് മുന്നോട്ട് പോകുന്നതെങ്കിലും ഈവൻ ചില സമയങ്ങളിൽ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റുകളിൽ സിനിമയിൽ ഒരു അണ്ടർലൈങ് ആയിട്ടുള്ളൊരു എലമെൻറ്റ് പോകുന്നുണ്ട്. പക്ഷെ അവരതിന് വേണ്ടുന്ന ഇമ്പോർട്ടൻസ് കൊടുത്തില്ല എന്ന് എനിക്ക് തോന്നി. ഈ അംഗീകാരം കൊതിക്കുന്ന മനസ്സെന്നൊക്കെ പറയുമല്ലോ, നമ്മൾ ഈ ഡാർക്ക് സ്കിൻഡ് ആയിട്ടുള്ള ആമ്പിള്ളേർ എന്ന് വെച്ചാൽ ഞാൻ എല്ലാവരുടെയും കാര്യമല്ല പറയുന്നത്, എല്ലാവരും ഇങ്ങനെയൊന്നുമല്ല. പക്ഷേ ഇപ്പോൾ എൻ്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ എനിക്ക് സിനിമയിൽ പേഴ്സണൽ കണക്റ്റ് തോന്നിയ ഒരു പക്ഷേ ചിലർക്കെങ്കിലും പേഴ്സണൽ കണക്റ്റ് കൂടുതൽ ഫീൽ ചെയ്യാൻ ഇടയാക്കിയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് എവിടെ നിന്നും ഇങ്ങനെ കോംപ്ലിമെൻറ്റ്സ് കിട്ടില്ല. അതായത് ഭയങ്കരമായിട്ട് പഠിച്ചിട്ട് ഗംഭീര പഠിപ്പിച്ചിട്ടാണ് നല്ല മാർക്ക് വാങ്ങുന്ന കുട്ടിയാണെന്ന് പറഞ്ഞ് സ്കൂളിൽ നിന്ന് അംഗീകാരങ്ങൾ കിട്ടുക, അല്ലെങ്കിൽ സ്പോർട്സിലോ ആർട്സിലോ ഒക്കെ ഭയങ്കര പെർഫോമൻസ് ഒക്കെ കാഴ്ചവെച്ചിട്ട് അതിൽ നിന്നൊരു അംഗീകാരം നേടുക, വീട്ടുകാർക്ക് നാട്ടുകാരെ കൊണ്ട് നല്ലത് പറയിച്ചിട്ട് അങ്ങനെ ഒരു വീട്ടുകാരിൽ നിന്നുള്ളൊരു അംഗീകാരം കിട്ടുക, ഇതൊന്നും നമുക്ക് കിട്ടില്ല. അങ്ങനെ മുന്നോട്ട് പോയിട്ട് ലൈഫിൻ്റെ ഏതെങ്കിലും ഒരു സ്റ്റേജിൽ വെച്ചിട്ട് ആദ്യമായ ഒരു പെൺകുട്ടി നമ്മുടെ മുഖത്ത് നോക്കി ഒരു കോംപ്ലിമെൻറ്റ് തരുമ്പോൾ, അല്ലെങ്കിൽ നമ്മളെ അംഗീകരിക്കുമ്പോൾ, നമ്മളായി അംഗീകരിക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു ഭയങ്കര അട്രാക്ഷൻ ഉണ്ട്. അട്രാക്ഷൻ എന്നുള്ളത് മാറിയിട്ട് ചിലപ്പോൾ അതൊരു വിധേയത്വം വരെ ആയി പോകാൻ സാധ്യതയുള്ളൊരു കാര്യമാണ്. നിൻ്റെ ചിരി നല്ല ഭംഗിയുണ്ട്, അല്ലെങ്കിൽ നീ സംസാരിക്കുന്നത് കേൾക്കാൻ ഭയങ്കര രസമാണ്, നീ ഭയങ്കര ഫണ്ണിയാണ് എന്നൊക്കെ ഒരാൾ നമ്മുടെ മുഖത്ത് നോക്കി ഒരു കോംപ്ലിമെൻറ്റ് തരുന്ന സമയത്ത് ഉണ്ടാകുന്നൊരു ഫീൽ, പ്രത്യേകിച്ച് നമുക്കിഷ്ടം തോന്നുന്നൊരു പെൺകുട്ടിയാണത് പറയുന്നതെങ്കിൽ നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷമുണ്ട്. അത് ഈ സിനിമയിലെ കഥാപാത്രത്തിനുണ്ട്. അതവൻ ഒന്നോ രണ്ടോ സ്ഥലത്ത് പറയുന്നുണ്ട്, പക്ഷേ അതിലവർ ഫോക്കസ് ചെയ്തിട്ടില്ല. അതിൽ ഇനിയും ഒരുപാട് ഫോക്കസ് ചെയ്യാമായിരുന്നു, ഒരുപാട് കാര്യങ്ങൾ അതിൽ വർക്കൗട്ട് ചെയ്യിപ്പിച്ചെടുക്കാമായിരുന്നു എന്ന് തോന്നി. പക്ഷേ അവർ ഈ പറഞ്ഞ പെണ്ണിൻ്റെ സൗന്ദര്യത്തിലേക്ക്, അല്ലെങ്കിൽ അതിൽ വീണ് പോകുന്ന, അതിൻ്റെ പുറകെ പോകുന്ന ആ ഒരു രീതിയിലേക്ക് അതിനെ മാറ്റിയെന്ന് തോന്നി. പിന്നെ പ്രഡിക്റ്റബിളാണ് സിനിമ എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഇതിൻ്റെ ട്രെയിലറൊക്കെ കണ്ടുപോകുമ്പോൾ നമുക്കറിയാം അനിഷ്മ എന്ന് പറയുന്നത് ഈ നായകനുമായിട്ട് ഇഷ്ടമുള്ള ഒരു കഥാപാത്രമായിട്ടാണ് വരുന്നത്. ഇവർ തമ്മിലൊരു ഇഷ്ടമുണ്ടെന്നുള്ള പോസ്റ്ററിലൊക്കെ അവരത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ സിനിമയുടെ തുടക്കം മുതലേ അനിഷ്മ ഇങ്ങനെ ഒരു ക്ലാസ് ലീഡറായിട്ട് നിന്ന് ഈ പയ്യനോട് ചൂടാകുമ്പോൾ നമുക്കറിയാം ഇത് കറങ്ങിത്തിരിഞ്ഞ് ഇങ്ങനെ വരണം എന്നുള്ളത്. അതിൻ്റെ ഇടയിൽ അടുത്ത നായികമാർ വരുന്നു. അപ്പോൾ ഈ നായികമാർ ഓരോരുത്തരും വരുമ്പോൾ നമുക്കറിയാം ഇതാണ് സംഭവിക്കാൻ പോകുന്നത്, ഇങ്ങനെയാണ് ഇതിൻ്റെ എൻഡ് വരാൻ പോകുന്നത്. അതങ്ങനെ തന്നെ വരുന്നു. ഇൻ്റർവെല്ലാണെങ്കിലും ക്ലൈമാക്സ് ആണെങ്കിലും ഇതൊക്കെയും വളരെ പ്രഡിക്റ്റബിളായിട്ടാണ് പോകുന്നത്. ഒരു സീൻ തുടങ്ങി വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ടേൺ തുടങ്ങുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് എൻഡ് ചെയ്യാൻ പോകുന്നത് ഇങ്ങനെയാണെന്ന്. അങ്ങനെ എനിക്കൊരു ഭയങ്കര പ്രഡിക്റ്റബിൾ അനുഭവമായിരുന്നു. അപ്രതീക്ഷിതമെന്ന് തോന്നുന്ന, ഗംഭീരമെന്ന് തോന്നുന്ന അങ്ങനത്തെ ഒരു എലമെൻറ്റ് തോന്നിയിട്ടില്ല. ഹ്യൂമർ വാസ് ഗുഡ്, പക്ഷേ ഒരു പരിധിക്കപ്പുറത്തേക്ക് ഹ്യൂമറും അങ്ങ് കയറി വരുന്നില്ല എന്ന് തോന്നി. ഇതൊക്കെ ഒരു ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ഏജിൽ നിൽക്കുന്ന ഒരു കാമുകി വേണം, ലൈഫിലൊരു പെണ്ണ് വേണം, അതുവഴി കൂട്ടുകാരുടെ ഇടയിൽ കിട്ടുന്ന അംഗീകാരം വേണം എന്നൊക്കെ കൊതിക്കുന്ന ഒരു പയ്യൻ്റെ കുറച്ച് ഫാൻറ്റസൈസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളെ കുറച്ചും കൂടി ഒന്ന് ആംപ്ലിഫൈ ചെയ്ത് നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുക എന്നുള്ളൊരു രീതിയിലാണ്. ആൻഡ് സിനിമ സംസാരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം അതിലെ പേരൻറ്റിംഗ് ആണ്. നമ്മുടെ സുരാജ് വെഞ്ഞാറമൂടും ദേവദർശിനിയുമാണ് ഇതിലെ അച്ഛനമ്മമാരായിട്ട് വരുന്നത്. അത് കൂടാതെ സ്കൂൾ പ്രിൻസിപ്പളും ഉണ്ട്. അപ്പോൾ ഇവരൊക്കെയും പല കാര്യങ്ങളിൽ പിള്ളേരെ ഡീൽ ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഒരു സ്ഥലത്തു നിന്ന് ഭയങ്കര സ്നേഹവും മറ്റേ സൈഡിൽ നിന്ന് അവഗണനയും കൊടുത്തുകൊണ്ട് ഇതൊക്കെയാണ് ഞങ്ങളുടെ സ്നേഹം, ഞങ്ങൾക്ക് ഇങ്ങനെയാണ് സ്നേഹം പ്രകടിപ്പിക്കാൻ അറിയാമെന്ന് പിന്നീട് പറയുന്ന അച്ഛനമ്മമാരുണ്ട്. അതുപോലെ സ്കൂളിലെ പ്രിൻസിപ്പൾ, ടീച്ചേഴ്സൊക്കെ ഇങ്ങനെ പെരുമാറും, പക്ഷേ അത് നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്, നീ ഇങ്ങനെ വരുമെന്ന് എനിക്കറിയാമായിരുന്നു എന്നൊക്കെ പറയുന്ന പോലത്തെ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഇട്ടിട്ട് ഇത് ക്ലൈമാക്സിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് എന്തൊക്കെയാണ് ഇവർ പറയുന്നത്. ചില കാര്യങ്ങൾ വളരെ മോശമായിട്ടുള്ള, അല്ലെങ്കിൽ കുട്ടികൾക്ക് ചിലപ്പോൾ കുറേ ട്രോമാറ്റിക് ആയിട്ടുള്ള മെമ്മറീസ് ഉണ്ടാക്കി കൊടുക്കാൻ സാധ്യതയുള്ള പേരൻറ്റിംഗ് ആണ്. കുറേ കഴിയുമ്പോഴേക്കും അതിന് കുറേ ന്യായീകരണങ്ങൾ പറഞ്ഞു കഴിഞ്ഞാലും അവരുടെ ഉള്ളിലുണ്ടാകുന്ന മുറിവുകൾ അങ്ങനെയാണ്. അതുപോലെ ഓവറായിട്ട് ഈ കൊഞ്ചിക്കുക, സ്നേഹിക്കുക എന്ന് പറയുന്നതും
അതും ഒരു പ്രശ്നമായിട്ട് വരാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടിട്ട് നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള നമുക്ക് ഇതിൽ കുറേ മാറ്റങ്ങൾ വരണമെന്ന് തോന്നിയിട്ടുള്ള അതേ കാര്യങ്ങളൊക്കെ തന്നെ വീണ്ടും കൊണ്ടുവന്നിട്ട് ഇളക്കി മറിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. എന്നാൽ അതേസമയം അതിൽ ഇമോഷൻസ് കണ്ടെത്തുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട് കേട്ടോ. നമ്മളെ അത്യാവശ്യമൊക്കെ ചിന്തിപ്പിക്കാൻ നമ്മുടെയും പാസ്റ്റിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന കുഞ്ഞു കുഞ്ഞു രംഗങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ആകെ മൊത്തത്തിൽ നമുക്ക് കുറേ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് അതിനകത്ത്. ഈ ആൺകുട്ടികൾക്ക് തോന്നുന്ന ഇൻഫാക്ച്വേഷൻ, ഒരു അംഗീകാരത്തിന് വേണ്ടിയുള്ള ആഗ്രഹം, പേരൻറ്റിങ്, ടീച്ചേഴ്സ് കുട്ടികളെ ഡീൽ ചെയ്യുന്ന കാര്യങ്ങൾ, ഇതിലൊക്കെ നമുക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട് സിനിമയിൽ നിന്ന് മാറിയിട്ട്. പക്ഷേ അതിൽ പലതിലും ഒരുപാട് സ്പോയിലർ എലമെൻറ്റുകളുണ്ട് എന്നുള്ളതുകൊണ്ട് നമ്മളിപ്പോൾ അത് സംസാരിക്കുന്നില്ല. ജസ്റ്റ് ഒരു ഫൺ വാച്ച്, ഒരു വൺ ടൈം വാച്ചബിൾ അനുഭവം എന്നുള്ള രീതിയിൽ. പിന്നെ ഈ പറഞ്ഞ വളരെ യങ്ങായിട്ടുള്ള ആൾക്കാർ ഗംഭീരമായിട്ട് പെർഫോം ചെയ്യാൻ ശ്രമിക്കുന്ന, അവരുടേതായ ഒരു സിനിമ കൊണ്ടുവന്ന് നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്ന ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ ഇറ്റ്സ് എ വൺ ടൈം വാച്ചബിൾ എന്നുള്ളതാണ് എനിക്ക് ഫീൽ ചെയ്തത്. പക്ഷേ ഒരു ഡൗട്ടും കൂടിയുണ്ട്. 2014 10ാം ക്ലാസ് പരീക്ഷ പാസ്സായി 2016 ആകുമ്പോഴേക്ക് ഈ പയ്യൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് കാണിക്കുന്നത്. അപ്പോൾ ആ കാലഘട്ടത്തിനെ സൂചിപ്പിക്കാൻ വേണ്ടി ഇവർ കാണിച്ചിട്ടുള്ള കുറച്ച് സിനിമാ കാര്യങ്ങളും അതുപോലെ ഒരു ഫാൻഷിപ്പ് പരിപാടിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എൻ്റെയൊക്കെ ഒരു 2010 ഞാൻ ഡിഗ്രി കഴിയുന്നത്. അതിനു മുമ്പേ എത്രയോ വർഷം മുമ്പ് 2007 +2 കഴിയുന്ന സമയത്തൊക്കെ ആ സമയത്ത് ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ 2014 ആകുമ്പോഴും അതിനൊന്നും ഒരു മാറ്റം സംഭവിച്ചിട്ടില്ലായിരുന്നോ എന്ന് പറയുന്ന ഒരു ഡൗട്ട്. ചിലപ്പം 90-ൽ ജനിക്കുന്ന ആളും 95-ൽ ജനിക്കുന്ന ആളും തമ്മിൽ വലിയൊരു ജനറേഷൻ ഗ്യാപ്പ് ഉണ്ടാവാത്തതുകൊണ്ടായിരിക്കാം. കാര്യം നമ്മൾ വിചാരിക്കുന്നത് പല ട്രെൻഡുകളും നമ്മുടെ ആ ഒരു സമയത്തിന് ശേഷം അവസാനിച്ച് പോകുന്നതാണല്ലോ. അങ്ങനൊരു ഡൗട്ട് എനിക്ക് തോന്നി. ബട്ട് ഇറ്റ്സ് ഓക്കെ. ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞാൽ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആട്ടോ. സിനിമ ഓരോരുത്തർക്കും ഡിഫറൻ്റ് ആണ്. ഓരോ സിനിമയും തിയേറ്ററിൽ കണ്ട് വിലയിരുത്തപ്പെടാൻ അർഹതയുള്ളതാണ്. നിങ്ങൾ ഈ സിനിമ തിയേറ്ററിൽ കണ്ടിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കമൻറ്റ് ബോക്സും കൂടി വായിച്ചിട്ട് സിനിമയ്ക്ക് പോകണോ വേണ്ടിയോ തീരുമാനമെടുക്കാൻ കാത്തിരിക്കുന്ന കുറേ ആളുകളുണ്ട്. അവർക്കതൊരു വലിയ സഹായമായിരിക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും ഹൈപ്പ് ചെയ്യുന്ന കാര്യവും പരിഗണിക്കുക.